ഹായ് ഗൈസ്, എന്തിൻ്റെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. കുട്ടികളെ കൊണ്ട് ജസ്റ്റ് ഒന്ന് പാർക്കിലൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. കുട്ടികളുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും അവരൊന്ന് ഹാപ്പി ആക്കാനും ഒക്കെ ആയിട്ട് നമ്മളെപ്പോഴും പാർക്കിലൊക്കെ ഒന്ന് കൊണ്ടുപോകുന്നതൊക്കെ വളരെ നല്ലതാണ്. അപ്പം അതിനായിട്ട് നമ്മൾ ഇന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ഇനി ഒട്ടും വൈകിക്കുന്നില്ല. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഹസന നൗഷ ചാനൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് കൂടി ചെയ്യുക കേട്ടോ. വീഡിയോയിലുള്ള പാർക്ക് പെരുമ്പാവൂരുള്ളൊരു പാർക്കാണ് കേട്ടോ. അപ്പോൾ പെരുമ്പാവൂർക്കാണ് നമ്മൾ പോയിട്ടുള്ളത്. ആദ്യം അവിടെ ചെന്ന് നമ്മൾ എൻട്രി പാസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എൻട്രി പാസ് ഉണ്ടായിരുന്നുള്ളൂ, കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല. നമ്മൾ ചെന്ന ടൈമിലൊക്കെ കുറച്ച് തിരക്ക് കുറവായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഈ ജീപ്പാണ് കേട്ടോ എടുത്തത്. അതിന് ഈ ജീപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. 50 രൂപയ്ക്ക് 2 റൗണ്ട്, ആ പാർക്ക് ചുറ്റും 2 റൗണ്ട് പോവാം. ഈ ജീപ്പ് ആദ്യമായിട്ടാണ് കേട്ടോ അത് ഓടിക്കുന്നത്. അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങൾ അതിന് ഓടിക്കാൻ ഫസ്റ്റ് ഉണ്ടായിരുന്നു. നേരെ നോക്കുന്നൊന്നുണ്ടായിരുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പാർക്കിനകത്തുള്ള മറ്റുള്ള കാഴ്ചകളൊക്കെ കാണുകയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ അവന് വണ്ടി ഭയങ്കര ക്രൈസാണ്, അതുകൊണ്ട് വണ്ടിയിലെ ഓരോ സംഭവങ്ങളൊക്കെ നോക്കലും ഒക്കെ ആയിരുന്നു. സ്പീഡ് കൺട്രോൾ ചെയ്യാൻ അവനക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവൻ ഫുള്ളായിട്ട് കാലമർത്തിയിട്ട് നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. കുറച്ചൊന്ന് ഓടിച്ച് ബാലൻസ് ആകുമ്പോൾ അത് റെഡിയാവും. അപ്പോൾ ജസ്റ്റ് ഇസുവിനെയും കൂടി ഒന്ന് ഇരുത്തുന്നുണ്ട്. ഇസുവിനെയും കൂടി ഒന്ന് ഇരുത്തി പതിയെ ഒന്ന് ഓടിക്കാൻ നോക്കുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് സപ്പോർട്ട് ചെയ്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. കാരണം അത് ഓടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്ന കാരണം വേറെ ഡയറക്ഷനിലോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇസുവിനെ നമ്മൾ എടുത്തു കേട്ടോ, കാരണം അവനെ തന്നെ വെച്ചിട്ട് തന്നെ പറ്റുന്നില്ല. പിന്നെ ഇസുവിനെയും കൂടി ആകുമ്പോൾ ബുദ്ധിമുട്ടായതുകൊണ്ട് മാറ്റി, അതുകൊണ്ട് അവൻ തന്നെ ഓടിക്കാനാക്കി. കുറച്ചൊക്കെ ഓടിക്കുന്നുണ്ട്. പിന്നെ അവൻ അതിലേക്ക് നോക്കുന്നതുകൊണ്ട് വരുന്നൊരു ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ ഈ ദിനോസറിൽ കയറിയിരുത്തി. ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ സ്പ്രിങ്ങിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഇങ്ങനെ അനങ്ങുന്നുണ്ടല്ലോ, അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു ദിനോസറും കൂടി ഉണ്ട്. അപ്പോൾ അതിനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഒച്ചയൊക്കെ ഉണ്ടാക്കി. അപ്പം അതൊരു ജീവിയാണ്, ജീവനുള്ളൊരു ജീവിയാന്നുള്ള രീതിയിലിട്ട് ഒച്ചുണ്ടാക്കി പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് കേട്ടോ. ശരിക്കും നമ്മൾ കുട്ടികളൊന്ന് പാർക്കിലൊക്കെ ആഴ്ചയിൽ ഒരു പ്രാവശ്യങ്ങളൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കുട്ടികൾക്ക് അത്യാവശ്യം നന്നായിട്ട് ആക്ടിവിറ്റീസ് കാര്യങ്ങളുണ്ടാവും. അവർക്ക് നല്ലൊരു എൻജോയ്മെൻ്റ് ആണല്ലോ. അവരുടേതായ ഒരു ടൈം അവർക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. എപ്പോഴും പഠിത്തം അതല്ലെങ്കിൽ ജസ്റ്റ് വീടിനകത്ത് തന്നെ അങ്ങനെയൊക്കെ ഇരുത്തി കഴിഞ്ഞാൽ അവരുടെ ഒരു പുറത്തേക്കുള്ള ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ഇതുപോലെ കളി കാര്യങ്ങളൊന്നും അവർക്ക് നടക്കില്ല. അപ്പോൾ ഒരു വീക്ക്ലി വൺസ് എങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ആ ദിനോസറിലേക്ക് മാറി ഇരുന്നിട്ടുണ്ട്. പിന്നെ ഈ ഊഞ്ഞാലത് ആദ്യം ആടുന്നതിനനുസരിച്ചിട്ട് ആ ചെറിയ തൊട്ടി കുഞ്ഞാലും കൂടി അതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ്. സോ അങ്ങനെ ഇവിടുന്ന് ആടും. പക്ഷെ കൊച്ചിനത് പേടിയായിട്ട് പിന്നെ നമ്മൾ എടുത്തു കേട്ടോ. ഇനി അത് സ്ലൈഡിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് ഇഷ്ടമാണ് കേട്ടോ ഈ സ്ലൈഡിൽ കയറുന്നത്. ആദ്യം ഏറ്റവും ചെറുതിൽ കയറി നോക്കുന്നുണ്ട്. അവൻ ഭയങ്കര ഹാപ്പിയാണ്. ആദ്യം നോർമലി സ്റ്റെപ്പിൽ പോയി പിന്നെ ഇതിലേക്ക് പിടിച്ച് കയറുന്ന അങ്ങനെയുള്ള ഐറ്റത്തിൽ കൂടെയൊക്കെ നമ്മൾ കയറ്റണം. അത്യാവശ്യം വേറെ കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയിലൊക്കെ തന്നെ കുട്ടികളെ കയറ്റി പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ അവർക്ക് എപ്പോഴും അതൊരു പേടിയായിരിക്കും. പിന്നെ അത് വലിയ സ്ലൈഡിൽ കൂടെ മാറി കയറുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് നമ്മൾ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒത്തിരി ഹാപ്പിയാണ് അങ്ങനെ ആ സ്ലൈഡിൽ നൂർന്ന് വരുന്നത്. ഈ ഒരു ടൈം ആയപ്പോഴേക്കും ഒത്തിരി കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് കുട്ടികളൊക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു ഇടം തന്നെയാണ് കേട്ടോ. പെരുമ്പാവൂരാണിത്. അതൊക്കെ കഴിഞ്ഞ് അത് ഈ സൈക്കിൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ജീപ്പും പിന്നെ കുറച്ച് ബൈക്കും പിന്നെ ഈ സൈക്കിളൊക്കെയാണ് അവിടെ പിന്നെ ഉണ്ടായിരുന്നത്. ഈ സൈക്കിൾ അത്യാവശ്യം അതൊന്ന് ചവിട്ടാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ചിലത് കാല് കുറച്ച് ദൂരെയാണ്, പെഡൽ എത്തുന്നുണ്ടായിരുന്നില്ല. അപ്പം അതിൽ നോക്കി സൈസ് നോക്കി അഡ്ജസ്റ്റ് ചെയ്തുള്ള എടുത്തതാണ് കേട്ടോ. ഇതാവും പുറകോട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പുറകോട്ടും പോകുന്നുണ്ട്. പാർക്കിൽ പോകാൻ അതിന് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. കാരണം കുറേ ടൈം അവർക്ക് അവിടെ സ്പെൻഡ് ചെയ്ത് അവരുടേതായ ഒരു ടൈമായിട്ട് കളിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അതുകൊണ്ട് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് മിക്കപ്പോഴും തന്നെ പാർക്കിലൊക്കെ കൊണ്ടുപോകും. ഈ സൈക്കിള് 10 മിനിറ്റത്തേക്ക് 30 രൂപ അങ്ങനെയായിരുന്നു. അപ്പോൾ 10 മിനിറ്റ് നമുക്ക് എത്ര റൗണ്ട് വേണമെങ്കിലും അതിൽ ചവിട്ടാം. അവൻ ആദ്യം എടുത്ത ജീപ്പ് ഒന്നുകൂടി വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വേറെ കുട്ടികൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ചോദിക്കുന്നുണ്ട്, വേണം മേടിച്ചു തരാൻ പറഞ്ഞിട്ട്. പിന്നെ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം അത് ചാർജിലൊക്കെ ഇട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് നേരം ഓടിച്ച് അത് കഴിയുമ്പോഴേക്കും അതെടുക്കാമല്ലോ. അപ്പോൾ ജസ്റ്റ് ഇസുവിനെയും കൂടി എൻ്റെ ഒന്ന് ഇരുത്തുന്നുണ്ട് കേട്ടോ. ഇസുവിനെ ഇരുന്നില്ല, അപ്പോൾ തന്നെ നമ്മൾ എടുത്തു. പിന്നെ അതിന് തന്നെ കൊടുത്തു.
നൈറ്റ് 10 മണി വരെ എന്തോ ഈ പാർക്ക് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മോർണിംഗ് 10 ടു നൈറ്റ് 10 വരെയാണെന്ന് തോന്നുന്നു. ആ ഒരു ടൈം വരെ ഉള്ള കാരണം കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും വന്ന് കളിക്കാനൊക്കെ ഒരു പറ്റും. അല്ലെങ്കിൽ ആ ജോലിക്ക് കഴിഞ്ഞിട്ട് ആളുകൾക്കൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ നല്ലതാണ്. മിക്കവാറും പാർക്കുകളൊക്കെ 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴേക്കും അടയ്ക്കുന്നുണ്ടല്ലോ. ഈ സൈക്കിൾ ഓടിക്കാനായിട്ട് നമ്മുടെ ഇൻസ്ട്രക്ഷൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ തന്നെ അത്യാവശ്യം ഓടിക്കുന്നുണ്ടായിരുന്നു. ആ ജീപ്പാണ് അവനക്ക് അത്ര ബാലൻസിങ് ആവാതിരുന്നത്. നമ്മളോർത്ത് എന്തായാലും ഒന്നും കൂടി അതൊന്ന് എടുത്ത് കൊടുക്കാം. അതുകൊണ്ട് അത് ചാർജിങ്ങിൽ ഇട്ടേക്കുന്നത് ചാർജ് ആവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്കത് കിട്ടി കേട്ടോ. വീണ്ടും 50 രൂപയും കൂടി പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 റൗണ്ടും കൂടി ഓടിക്കാം. പക്ഷെ പിന്നീട് അവൻ കാർ എടുത്തിട്ട് അതിലെ ലൈറ്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്യുക, അതിൻ്റെ പാർട്സ് ഒക്കെ നോക്കുക, അതൊക്കെയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്വിച്ചൊക്കെ ഇട്ടിട്ട് ഏതൊക്കെ ലൈറ്റ് തെളിയുന്നുണ്ട് അങ്ങനെയുള്ള ഓരോ ഐറ്റംസ് ഒക്കെ ചെക്ക് ചെയ്യായിരുന്നു. അവനല്ലെങ്കിലും കളിപ്പാട്ടം കിട്ടിക്കഴിഞ്ഞാൽ ഏത് ടോയ്സ് ആണെങ്കിലും അതിലെന്തൊക്കെയുണ്ട്, എവിടെയൊക്കെ ഊരാനുണ്ട്, ഇതൊക്കെ തന്നെയാണ് അവൻ കൂടുതൽ എപ്പോഴും ചെയ്യുന്നത്. എത്രയൊക്കെ പാർട്സ് ആക്കാൻ പറ്റുമോ അതെല്ലാം ചെക്ക് ചെയ്യും. അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കും. എല്ലാ കുട്ടികളും, കുറേ കുട്ടികളൊക്കെ അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ അവൻ കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ നേരമൊക്കെ കാറിലെല്ലാ പാർട്സും നോക്കി. പിന്നെ കുറച്ചുകൂടി ആദ്യത്തേൽ നന്നായിട്ടൊക്കെ പിന്നീട് ഓടിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ബേക്കറി കയറി പബ്സും ചായയും കഴിച്ചു. കൊച്ചിന് വേണ്ടിയിട്ട് വട്ടയപ്പം കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തൊട്ടടുത്തൊരു ഷോപ്പിൽ കയറി ജസ്റ്റ് കുട്ടികൾക്ക് ഡ്രസ്സൊന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.